വെൽക്കം ടു കിച്ചൺ ടെയിൽസ് വീക്ക്ലി പ്രിപ്പ്. ഞങ്ങളുടെ വീട്ടിലെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടില്ലേ, റീസെറ്റ്, സൺഡേ റീസെറ്റ്. അതോടുകൂടി എല്ലാം തീർന്നു ഫ്രിഡ്ജിലുള്ള. അപ്പോൾ ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണം, കുറച്ച് ഒരു വീക്കിലോട്ടുള്ള, ഒരു വീക്കല്ല, ഏകദേശം ഒരു 1.5 ആഴ്ചയൊക്കെ നിൽക്കും അങ്ങനെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ. ഇന്നത്തെ വീഡിയോയിൽ കോണ്ടിനെൻ്റൽ സാധനങ്ങൾ റെഡിയാക്കാനുള്ളതുണ്ട്, കേരള ഡിഷസ് റെഡിയാക്കാനുള്ളതുണ്ട്. ബട്ട് ചെറിയ അങ്ങനെ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. പക്ഷേ എപ്പോഴും നമ്മൾ സീസണൽ ഫ്രൂട്ടും വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അവക്കാഡോ മസ്റ്റാണ്. ഒന്നാമത് ജോർജി മണിയൊക്കെ ഡയറ്റാണ്, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആൻഡ് പപ്പായയും മസ്റ്റാ. ഫ്രൂട്ടിൽ ഈ ഒരു വീക്കിലേക്ക് പപ്പായയും പോമോഗ്രാനറ്റ് അതാ പ്ലാൻ ചെയ്തേക്കണേ. ആൻഡ് അച്ചാർ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ വേസ്റ്റ് ആയി പോകും. അല്ല സോറി, വേസ്റ്റ് അല്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കും. അപ്പോൾ ഇപ്പോൾ സീസൺ നെല്ലിപ്പുളി ഇല്ലേ, നെല്ലിപ്പുളി എന്നല്ലേ പറയുന്നത്, നെല്ലിപ്പുളിയുടെ സീസണാണ്. അപ്പോൾ അതിൻ്റെ അച്ചാറാണ് ഇടാൻ പോണേ. ആൻഡ് ഉപ്പിലും ഇടുന്നുണ്ട്. ആൻഡ് സ്വീറ്റ് പൊട്ടേറ്റോ മസ്റ്റായിട്ട് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനം ഡെയിലി. ഇതിപ്പോൾ യെല്ലോ കളർ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. പിന്നെ നമ്മുടെ ചന്ദ്രക്കാരൻ മാങ്ങ, അതും ഇപ്പോൾ സീസണാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം, അത് ഇന്നത്തെയാണ്. പിന്നെ ചക്കയുടെയും സീസണാണ്. അപ്പോൾ ഇങ്ങനത്തെ സീസണൽ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം ഒരു വീക്ക് പ്ലാൻ ചെയ്യാൻ. പിന്നെ കഴിക്കാനുള്ളത് മാത്രമല്ല കേട്ടോ, സെൽഫ് കെയറും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ ഹോം മെയിൻ്റനൻസ്. ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എല്ലാം കൂടിയായിട്ട് ക്ലബ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഗ്രീൻ പീസ് ഫ്രഷ് ഗ്രീൻ പീസിൻ്റെ സീസണാണ് ഇപ്പോൾ. അപ്പോൾ അത് മേടിച്ച് കുറച്ച് കൂടുതൽ മേടിച്ചിട്ട് ഇതുപോലെ പൊളിച്ച് പച്ചയ്ക്ക് തന്നെ ഫ്രീസ് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വേവിച്ച് വെച്ചാൽ നമ്മൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസ് മേടിക്കില്ല. ഇവിടെ പെപ്പർ ഫ്രൈ ഒക്കെ ഇടാനും പിന്നെ എഗ് കറിയിലൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഗ്രീൻ പീസ്. ആൻഡ് വെറുതെ ഡ്രൈ ഫ്രൈ ചെയ്താലും നല്ല. ഡിഫറെൻറ്റ് ടൈപ്പ് മീനും ചെമ്മീനും മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യണം. യൂഷ്വൽ നമ്മുടെ മാരിനേഷൻ തന്നെ. ഇത് കണ്ട, കരിമീൻ, നങ്ക്, നമ്മുടെ ചെറിയ കൊഴുവ ആൻഡ് ചെമ്മീൻ ഞാൻ യൂഷ്വൽ ചെയ്യണ പോലെ തന്നെ വേവിച്ച് വെക്കും. അപ്പോൾ ഇങ്ങനെ പല വെറൈറ്റി ഉള്ളപ്പോൾ നമ്മൾ മടുത്തു പോകില്ല. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വരാട്ടോ. എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പറ്റിയ സാധനങ്ങളാണ്. ഇത് മഞ്ഞക്കൊക്കെ ഈ ചെറിയ മീൻ ഭയങ്കര ഇഷ്ടമാണ്. കൊഴുവ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇട്ട് വറുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ആഡ് ചെയ്താൽ മതി. അരിപ്പൊടിയും തരിയുള്ള അരിപ്പൊടിയും കോൺഫ്ലവറും. ആൻഡ് ഇത് നങ്ക് ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റാണ്. ആൻഡ് ചെറിയ കരിമീൻ, നാടൻ കരിമീൻ. ഇനി ഈ ചെമ്മീൻ ഞാൻ വെറുതെ ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ഇച്ചിരി പുളിയിട്ട് പുളി വേണ്ട, ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെക്കാൻ പോവുക, പച്ചക്കറിയിലൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ചെമ്മീൻ ഞാൻ 2 ടൈപ്പിനുള്ളത് വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം പാസ്തയിലും നമ്മുടെ സാലഡ്സിലൊക്കെ ആഡ് ചെയ്യാനായിട്ട് സോൾട്ട് മാത്രം ഇട്ടിട്ട് വേവിച്ച് വെക്കും. ആൻഡ് ഒരെണ്ണം മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മുടെ പച്ചക്കറികളിലൊക്കെ ആഡ് ചെയ്യാനായിട്ട്. പീച്ചിങ്ങ, കൂർക്ക അങ്ങനെയില്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അമ്മിക്കല്ല് കുറേ തപ്പിയിട്ട് എനിക്ക് ഇത്രയും സൈസുള്ള അമ്മിക്കല്ല് കണ്ട ഫ്ലാറ്റിൽ. അത് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ അരച്ചിട്ട് വേണം അമ്മിക്കല്ല് ഫസ്റ്റ് യൂസ് ചെയ്യാൻ. ഇതെനിക്ക് പക്ഷേ ഇഷ്ടമായി. ഇത് ഫസ്റ്റ് ഫുൾ അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോർമലി തേങ്ങയൊക്കെ അരയ്ക്കാൻ യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഉള്ളിയൊക്കെ ചതയ്ക്കണത് ഇങ്ങനത്തെ ഷേപ്പിലുള്ള നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, അത് രണ്ടും അമ്മിക്കല്ലും ഈ സാധനവും ഒരുമിച്ച് മേടിച്ചേട്ടാ. ഇതിന് അമ്മിക്കല്ലിൻ്റെ വില ഞാൻ മറന്നുപോയി, ഇതിന് 1300. ഇതിപ്പോൾ തേങ്ങയൊക്കെ അരയ്ക്കാൻ വരാൻ നല്ലതാണെന്ന് അവർ പറഞ്ഞത്. ഇതും ആ അരി നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് ഇങ്ങനെ അരച്ചില്ലേ, അതുപോലെ അരച്ചിട്ട് വേണം ഫസ്റ്റ് യൂസ് ചെയ്യാനായിട്ട്. ഉള്ളി ചതയ്ക്കാനൊക്കെ നല്ല. ഇത്രയും സ്പേസ് ഉള്ള സാധനം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഫോർട്ട് കൊച്ചിയിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഈ ആഴ്ചയിലേക്ക് ഞാൻ മട്ടനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മട്ടനും മിൻസ് ബീഫും. അപ്പം മട്ടൻ എപ്പോഴും ഇതുപോലെ കഴുകി സ്ട്രെയിൻ ചെയ്തിട്ട് ഇതിൽ വെള്ളം ഫുള്ള് വറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൂവിനും മട്ടൻ മപ്പാസിനൊക്കെ എടുക്കാൻ ഈസി ആയിരിക്കും. വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ, വേവിക്കാണ്ട് വെക്കരുത്. വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേവിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ നെയ്യ് പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഈ നമ്മുടെ സ്പൈസസ് ഇട്ടിട്ട് ഉപ്പിട്ട് പെപ്പർ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഈ വെള്ളം ഫുള്ള് വറ്റിച്ച് കുക്കറിലിട്ട് വേവിച്ച് വെക്കുക. എപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണുക. അതാണ് എപ്പോഴും സ്റ്റൂവിനൊക്കെ ഏറ്റവും ബെസ്റ്റ്. അതാണ് വെറുതെ ഇഞ്ചി പച്ചമുളകും വേപ്പിലയും സ്പൈസസും ഇട്ടിട്ട് വെള്ളം വറ്റിക്കുക ഫുൾ, ഉപ്പും പെപ്പറും ഇട്ടിട്ട്. ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ ഈ പെപ്പറൊക്കെ ഇത് ഇങ്ങനെ വറ്റിച്ച് വെക്കണ മീറ്റിന് അതവിടെ വറ്റിക്കണം. ആകെ കൂടെ മെസ്സാണ് കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം ഇതിന് വേണ്ടി തന്നെ വെക്കണ ദിവസമേ നമുക്ക് വീക്ക്ലി പ്രെപ്പിന് വേണ്ടിയിട്ട്. ഇതുകൊണ്ട് ഇത്രയും വെള്ളം വരും നമ്മളിങ്ങനെ വറ്റിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ വെള്ളത്തോടു കൂടി നമ്മൾ ഇങ്ങനെ ചെയ്യാതെ നമ്മൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ വെള്ളം കെട്ടിയ പോലെ ഇരിക്കും കറി. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ, അത് എപ്പോഴും എൻ്റെ വീഡിയോസിൽ കാണുന്നതായിരിക്കും. ഇനി പ്രഷർ കുക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഫ്രൂട്ട്സ്, ഇപ്പോൾ ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ഇതമ്മ ചില്ലറ പണിയല്ല. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഇതെടുത്തിട്ട് പൊളിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. പിന്നത്തെ മാതള നാരങ്ങ, ഇതെപ്പോഴും എടുത്ത് വെക്കാൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. ഈ എടുത്ത് വെക്കലൊരു പണിയാണ്, അതുകൊണ്ട് ഇത് നേരത്തെ ചെയ്ത് വെക്കണം. ആൻഡ് ജ്യൂസ് കുടിച്ചാൽ സ്കിന്നിന് ഭയങ്കര നല്ല. ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ അപ്പോൾ ഇതെപ്പോഴും ഒരു 4 എടുത്തിട്ട് ഇതുപോലെ പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അത് മറക്കരുത് കേട്ടോ. എല്ലാ വീക്കും നമ്മൾ കഴിക്കേണ്ട ഫ്രൂട്ട്സാണിത്. നെക്സ്റ്റ് സൺഡ്രൈഡ് ഏത്തപ്പഴം. അതെനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയുമെന്നറിയില്ല.
ഞാനും ഫസ്റ്റ് ടൈം ആ വീട്ടിൽ ചെയ്യാൻ പോണേ. ഈ ഓവറായിട്ട് പഴുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഉണക്കാൻ വെക്കും വെയിലത്ത്. ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെയിലത്ത് വെക്കും. ഇതുകൊണ്ട് എന്താ ചെയ്യണേന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പക്ഷെ അത് ഉണങ്ങി 4 ദിവസമൊക്കെ എടുക്കുന്ന പറഞ്ഞാൽ ഉണങ്ങാനായിട്ട്. അപ്പോഴേക്കും ഞാൻ കണ്ടുപിടിക്കും. വേണമെങ്കിൽ എനിക്കൊന്ന് കോൺഫ്ലിക്സിലൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. നാടൻ ഏത്തപ്പഴം തന്നെ യൂസ് ചെയ്യണേ. വേണ്ട, പഴുത്ത പഴവും ഈ ചക്കക്കുരുവും വെയിലത്ത് വെക്കുക. പഴുത്ത പഴം ഒരു 5 ദിവസമെങ്കിലും എടുക്കും ഉണങ്ങാനായിട്ട്. ചക്കക്കുരു 2 ഡേയ്സ്, ഒരു ദിവസമൊക്കെ മതി എന്ന് തോന്നുന്നു. മൂടി വെക്കണേ. പിന്നെ ഈ പുളി പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്, നമ്മുടെ നെല്ലിപ്പുളി. ഇനി ഇത് അച്ചാറിടാൻ പോവുക ആൻഡ് ഉപ്പിലും ഇടാൻ പോവുക. പിന്നെ മെയിനായിട്ട് കടല ഏതെങ്കിലും ടൈപ്പ് വേവിച്ച് വെക്കണം. ഇതിപ്പോൾ ജോർജിക്ക് ഹമ്മസ് എപ്പോഴും വേണ്ട കാരണം ഞാൻ ഈ വൈറ്റ് കടല വേവിച്ച് വെക്കും. ആൻഡ് ബീട്രൂട്ട് ഇന്നത്തെ ലഞ്ചിന് വേവിച്ച കടലയും ബീട്രൂട്ടും കൂടി മിക്സ് ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ വേവിച്ച് വെച്ചാൽ നമുക്ക് പച്ചക്കറിയിലൊക്കെ മിക്സ് ചെയ്യാൻ നല്ല വൈറ്റ് കടല. ഇനി ഇന്നത്തെ ലഞ്ചിന് ഇപ്പോൾ ചന്ദ്രക്കാരൻ്റെ സീസണാണ്, അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയാണ്. അതൊന്ന് റെഡിയാക്കണം. അതിൻ്റെ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഈ സീസണൽ ഫ്രൂട്ട്സ് എപ്പോഴും യൂസ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ ഓർത്ത് വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഈ കറിയൊന്നും ട്രൈ ചെയ്യലും നടക്കില്ല. ചക്ക ചെമ്മീൻ ഉപ്പിട്ട് വേവിച്ച് വെച്ച് പാസ്തയിലൊക്കെ ആഡ് ചെയ്യാൻ, സാലഡിലും ഞാനിത് നമ്മുടെ പച്ചക്കറിയിലൊക്കെ ആഡ് ചെയ്യാൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും യൂസ്ഫുള്ളാണ് ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ. ഇനി വേപ്പില കുറച്ച് കൂടുതൽ മേടിച്ചിട്ട് കഴുകി നന്നായിട്ട് വെള്ളം തുടച്ചിട്ട് കുപ്പിയിലാക്കി വെക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ. നന്നായിട്ട് വെള്ളം തുടച്ച് വെക്കണേ, അല്ലെങ്കിൽ ഉണങ്ങിപ്പോയ പോലെയാവും. എന്നിട്ട് എയർടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതുപോലെ ഡ്രൈ ആയിട്ട് എയർടൈറ്റായിട്ട് വെച്ചാൽ മതി വേപ്പില ഫ്രിഡ്ജിൽ. മുമ്പത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ഫ്രിഡ്ജിലെ പഴയ നേരത്തെ ഉള്ള ലെഫ്റ്റ് ഓവേഴ്സ് എല്ലാം എടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. ആ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ ഈ വീക്ക്ലി പ്രെപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ പച്ചമുളക് കഴുകാതെ തന്നെ ഞെട്ട് കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവാതെ ഇരുന്നോളും. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ അത് ചെയ്യണില്ല കേട്ടോ, കാരണം ഫ്രിഡ്ജ് നിറഞ്ഞു പോകും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ബട്ട് ഉള്ളി നേരത്തെ തന്നെ പൊളിച്ചു വെച്ചാൽ, ഇതെപ്പോഴും ചേച്ചിമാരാണ് ചെയ്യാറ്, ഞാൻ ചെയ്യാറില്ല. ഇന്നിപ്പോൾ അവർ ബിസിയാണ് വേറെ കറികളായിട്ട്. അപ്പോൾ ഉള്ളി പൊളിച്ച് വെച്ചാൽ എപ്പോഴും യൂസ്ഫുള്ളാണ്. ആൻഡ് അല്ലെങ്കിൽ നമ്മൾ സവാളയൊക്കെ എടുത്തിടും. ഉള്ളിയുടെ ഗുണം ഉള്ളിക്ക് തന്നെ കിട്ടുള്ളൂ, ഉള്ളി തന്നെ യൂസ് ചെയ്താലേ കിട്ടുള്ളൂ. ഇനി ചെറി ടൊമാറ്റോസ്, അത് നമ്മുടെ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും ഇമ്പോർട്ടൻ്റാണ്, എപ്പോഴും ആവശ്യം വരും. അപ്പോൾ നന്നായിട്ട് കഴുകി തുടച്ചിട്ട് റോസ്റ്റ് ചെയ്ത് വെക്കുക. സോൾട്ടും പെപ്പറും ഒറിഗാനോ വേണമെങ്കിൽ ഒറിഗാനോ ഒലിവ് ഓയിലും ഇട്ടിട്ട്, കുക്കിംഗ് ഒലിവ് ഓയിൽ. ഇതൊരു 50 minutes ഒക്കെ 180 വെച്ചാൽ മതി, റോസ്റ്റായി കിട്ടും. ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒരു 5 minutes കൂടി വെച്ചാൽ മതി ടെമ്പറേച്ചർ. അങ്ങനെ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പോൾ ടൊമാറ്റോസ് ഇഷ്ടമുള്ളവർക്ക് ശരിക്കും ഇഷ്ടപ്പെടും കേട്ടോ, റോസ്റ്റഡ് ചെറി ടൊമാറ്റോസിൻ്റെ ഫ്ലേവർ. ഇനി 2 കോണ്ടിനെൻ്റൽ ഡിഷസിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കേണ്ടത്. ഒരെണ്ണം മിൻസ് ബീഫ്, നമ്മുടെ പാസ്തയിലോട്ടും കോണ്ടിനെൻ്റൽ എന്നുള്ള ഈവൻ ദോശയിൽ നമുക്ക് മസാലയൊക്കെ ഫില്ല് ചെയ്യണ പോലെ തന്നെ മിൻസ് ബീഫ് റെഡിയാക്കി വെച്ചാൽ ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ പൊറോട്ടയൊക്കെ ഇല്ലേ, അതിന് നമ്മുടെ കൊത്തു പൊറോട്ടയൊക്കെ റെഡിയാക്കാൻ ഇതുപോലെ മിൻസ് ബീഫ് നേരത്തെ റെഡിയാക്കി വെച്ചാൽ പറ്റും. ഇത് നമുക്ക് പാസ്തയിലൊക്കെ യൂസ് ചെയ്യാൻ കാരണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊന്നും ആഡ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഉപ്പും പെപ്പറും ഇട്ടിട്ട് ഇങ്ങനെ തന്നെ സോട്ട് ചെയ്ത് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ വേവിച്ച് വെക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡിഷാന്ന് വെച്ചാൽ അതിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഇരുമ്പുളിയല്ല, നെല്ലിപ്പുളിയുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉപ്പിലിടണം. തണുത്തിട്ട് ഇനി കുപ്പിയിലാക്കി വെച്ചാൽ മതി. എനിക്ക് ഇത്തിരി പഞ്ചസാരയും കൂടി വേണം തോന്നാൻ. ഇത്തിരി മധുരവും എരിവൊക്കെ ഉള്ള ടേസ്റ്റാണ്. അതാണ് ഇവിടെ കഴിക്കുകയുള്ളൂ കൂടുതൽ, വെറുതെ കഴിക്കാൻ പറ്റും നമുക്ക്. നമ്മുടെ നെല്ലിപ്പുളി ഉപ്പിലിട്ടത് ചൂടാറിയിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. ഞങ്ങളിവിടെ ചെറിയ ചൂടിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. ബട്ട് ചൂടാറിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ചൂടാറിയിട്ട് മൂടാൻ. ഇനി മെയിനായിട്ട് ചെമ്മീൻ്റെ തല നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തില്ലേ, ചെമ്മീൻ്റെ തല എടുത്തു വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടാക്കാൻ നല്ല. അപ്പോൾ അതും റെഡിയാക്കി വെക്കണം. തല ഇതുപോലെ നന്നായി ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഇഞ്ചിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച സ്റ്റോക്ക് റെഡി. നമ്മുടെ ഈ ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിക്കാൻ നല്ല. ഈ ചെമ്മീൻ്റെ ഡിഷസിനും പാസ്തയിൽ അങ്ങനെ എല്ലാം ഒഴിക്കാനായിട്ട് നല്ല ഈ സ്റ്റോക്ക്. ഇനി ജോർജിക്ക് വേണ്ടി അവൻ്റെ സ്പെഷ്യൽ റോസ്റ്റഡ് ചിക്കൻ്റെ മാരിനേഡ് ഉണ്ടല്ലോ, അത് ഞാൻ ഡ്രൈ ആയിട്ട് പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിലും പിള്ളേർക്ക് വേണമെങ്കിലും ചിക്കൻ തൈസോ ലെഗ്സോ അല്ലെങ്കിൽ ബ്രസ്റ്റിലൊക്കെ മാരിനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എൻ്റെ റോസ്റ്റഡ് ചിക്കൻ എന്ന് പറഞ്ഞ റോസ്റ്റഡ് ചിക്കൻ വീഡിയോയിലുള്ള മാരിനേഷനാണ്. നമ്മുടെ ഗാർലിക് പൗഡർ, അണിയൻ പൗഡർ, പാപ്രിക്ക, അതൊക്കെ എല്ലാം കൂടി പൊടിച്ച് ഈ കുപ്പിയിലേക്ക് ആക്കി വെക്കും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും സെപ്പറേറ്റ് കുപ്പിയിൽ നിന്ന് എടുത്തിട്ട് ആ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടാക്കാൻ നിന്നാൽ. അപ്പോൾ എപ്പോഴും ഒരു കോണ്ടിനെൻ്റൽ മാരിനേഡ് ഡ്രൈ ആയിട്ട് സെറ്റ് ചെയ്ത് ഒരു കുപ്പിയിൽ വെക്കാം. അപ്പോൾ ഗാർലിക് പൗഡർ, അണിയൻ പൗഡർ, പിന്നെ കടുക്, കാശ്മീരി ചില്ലി പൗഡർ,
പാപ്രിക്ക, ഇത് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാരിനേഷൻ ആട്ടോ, അത് കാരണം ഇത് ഭയങ്കര നല്ല ഉണ്ടാക്കി വെച്ചാൽ. തൈം, റോസ്മേരി ഇഷ്ടമുള്ളത് റോസ്മേരി ആഡ് ചെയ്യാം. ഇത്ര മതി. ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കുക, ബോട്ടിലോട്ട് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ ഇവർക്ക് മാരിനേഷൻ ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഉപ്പും കൂടി ഇട്ട് ഓലിവ് ഓയിലും കൂടി ഇട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. ഇനിയും സാലഡ് നിങ്ങൾക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ സാലഡ് ലീവ്സ് എന്തൊക്കെയായാലും നമ്മുടെ സാലഡ് സ്പിന്നറിൽ ഇട്ടിട്ട് ഡ്രൈ ആക്കി വെക്കണം. അതപ്പോൾ ഒരു 4 ദിവസമൊക്കെ ഫ്രഷ് ആയിട്ടിരുന്നോളും. ഇതിപ്പോൾ ഐസ്ബർഗ് ലെറ്റ്യൂസാണ്. നന്നായിട്ട് ഇങ്ങനെ വിടിയിച്ചെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. എന്നിട്ട് വെള്ളം ഒരുമാതിരി കളഞ്ഞിട്ട് വേണം സാലഡ് സ്പിന്നറിലിട്ട് സ്പിൻ ചെയ്യാനായിട്ട്. ഇച്ചിരിയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ എല്ലാം സോഗി ആയിപ്പം. അപ്പോൾ അങ്ങനെ ആവരുത്. ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യണം. ഇവിടെ എപ്പോഴും സാലഡ് വേണ്ട കാരണം ഇതുപോലെ ലീവ്സ് എപ്പോഴും കഴുകി സാലഡ് സ്പിന്നർ യൂസ് ചെയ്ത് ഇങ്ങനെ സ്പിൻ ചെയ്ത് വെള്ളം റിമൂവ് ചെയ്ത് വെക്കും. ഈ കഴുകി നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കണം കേട്ടോ. എന്നിട്ട് വേണം സാലഡ് സ്പിന്നറിൽ ഇടാൻ, അല്ലെങ്കിൽ വെള്ളം പോകില്ല, വെള്ളം കുറച്ചെങ്കിലും ബാക്കിയുണ്ടാവും. ആൻഡ് എപ്പോഴും ഇല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണേ. വലിയ ഇല തന്നെ ഇങ്ങനെ സ്പിൻ ചെയ്ത് വെച്ചാലും വെള്ളം എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഈ സാലഡ്സ് ഇഷ്ടമാണെങ്കിൽ സാലഡ് സ്പിന്നർ ഓർഡർ ചെയ്യണം. എന്നിട്ട് നല്ല നീറ്റായിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് എയർടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അത്രേ ഉള്ളൂ. ഇതൊരു 4 ദിവസത്തേക്കൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് വെറുതെ ഒലിവ് ഓയിലും ലൈമൊക്കെ ആഡ് ചെയ്താൽ ഈ ഇലയിലോട്ട്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടില്ലേ, അതൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ ഈസി ആയിട്ട് ഈവൻ മിൻസ് ബീഫ് നമ്മൾ വേവിച്ച് വെച്ചില്ലേ, അതൊക്കെ ആഡ് ചെയ്യാം. ചിക്കൻ്റെ നമ്മൾ മാരിനേറ്റ് ഉണ്ടാക്കിയില്ലേ, കോണ്ടിനെൻ്റൽ ചിക്കൻ്റെ, അത് മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ ബ്രസ്റ്റ് അത് മാരിനേറ്റ് ചെയ്ത് ഈ ലീവ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്ങാണ്, ഈ സാലഡ് സ്പിന്നർ വീട്ടിലുണ്ടാവുക എന്നുള്ളത്. ഒരു 1.5 ആഴ്ചക്കുള്ള പ്രിപ്പറേഷൻ തീർന്നു കേട്ടോ. ഇനി ഞാൻ എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്നൊന്ന് പറയാം, വേഗം പറയാം. മാമ്പഴ പുളിശ്ശേരി ഇപ്പോൾ ചന്ദ്രക്കാരൻ്റെ സീസൺ ആയതുകൊണ്ട് അത് ഉണ്ടാക്കി വെച്ച ഒരു 3 ദിവസത്തേക്ക് ഇരുന്നോളും. ആൻഡ് ഇത് നമ്മുടെ പ്രോൺസിൻ്റെ തല വേവിച്ച സ്റ്റോക്ക്, നമ്മുടെ ഉണക്ക ചെമ്മീൻ കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിനെല്ലാം പറ്റിയതാണ്. മാങ്ങ, മുരിങ്ങക്ക, ചെമ്മീൻ വെച്ച് ഉണ്ടാക്കുന്ന കറി, അങ്ങനെ തേങ്ങ അരച്ച കറിക്കൊക്കെ ഈ സ്റ്റോക്ക് യൂസ് ചെയ്താൽ നല്ല. ഇത് നമ്മുടെ പാസ്ത, സാലഡിനൊക്കെ ഉള്ള പ്രോൺസ് വെറുതെ ഉപ്പിട്ട് വേവിച്ചത്. ഇത് മഞ്ഞപ്പൊടി ഇട്ട് പ്രോൺസ് വേവിച്ചത് ഉപ്പിട്ടിട്ട്. ആൻഡ് തേങ്ങക്കുത്ത് ഇത് വേവിച്ച് വെക്കണം. കരിക്ക് വേവിച്ച് വെക്കണേ, ഫ്രീസറിൽ വെക്കണമല്ല. മട്ടൻ വേവിച്ച് വെച്ചത്, സിയർ ചെയ്തിട്ട് വേവിച്ച് വെച്ച മട്ടൻ. ആൻഡ് ഉള്ളി പൊളിച്ചിട്ട് കഴുകാതെ വേണം കുപ്പിയിലാക്കി എയർടൈറ്റായിട്ട് വെക്കാനായിട്ട്. മിൻസ് ബീഫ് വെറുതെ സോട്ട് ചെയ്ത് വെച്ചു, പാസ്തയ്ക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മാഷ് പൊട്ടേറ്റോയുടെ സെർവ് ചെയ്യാനായിട്ട്. ആൻഡ് ഇത് നമ്മുടെ ചെറിയ മീനുകൾ മാരിനേറ്റ് ചെയ്തത്. ഇത് നമ്മുടെ ചെറി ടൊമാറ്റോ ബേക്ക് ചെയ്ത് വെച്ചു. ടോസ്റ്റിലൊക്കെ മേലെ വെച്ചാൽ ഭയങ്കര നല്ല, പാസ്തയിൽ ആഡ് ചെയ്യാനും നല്ല. ലെറ്റ്യൂസ് ഫോർ സാലഡ്. അച്ചാർ, ഉപ്പിലിട്ടതും നമ്മുടെ അച്ചാറും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണം. ഏതെങ്കിലും ടൈപ്പ് ഓഫ് അച്ചാർ എല്ലാ ആഴ്ച ഉണ്ടാക്കണം. പിന്നെ ഗ്രീൻ പീസ് വേവിച്ചില്ല, ഗ്രീൻ പീസ് വെറുതെ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസ് ചെയ്യും. ഫ്രൂട്ട്സ് ഇവിടെ റെഡി ഇങ്ങനെ അരിഞ്ഞ് വെച്ചാൽ എല്ലാവരും കഴിക്കും, അത് കാരണമാണ് ഞാൻ അങ്ങനെ റെഡിയാക്കിയത്. പിന്നെ ഇതേ ബീട്രൂട്ട് ആൻഡ് ചിക്ക് പീസ്. ഇതാണ് ചിക്ക് പീസ് വേവിച്ച് വെച്ചാൽ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാം എല്ലാ വെജിറ്റബിൾസിനോട്. പോമോഗ്രാനറ്റ് ഇങ്ങനെ എടുത്തു വെച്ചാൽ എല്ലാവരും കഴിക്കും. ഇത് ഫിഷ് ഫ്രൈൻ്റെ മാരിനേറ്റ്. ഇതിലാണ് നമ്മുടെ കോണ്ടിനെൻ്റൽ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്, ചിക്കൻ. ഇത്രയൊക്കെ ഉള്ളൂ. ആൻഡ് എവക്കാഡോ സ്വീറ്റ് പൊട്ടേറ്റോ ഒക്കെ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവുക, ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ നല്ല. ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിലേതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി.